ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആധാരമായിട്ട് എടുത്തിരിക്കുന്ന biblical portion, the Gospel according to Saint John, chapter 1, beginning to read at verse 27. Saint John's Gospel, chapter 1, 27 onwards. If you have the Bibles with you, please turn to John, chapter 1, beginning to read at verse 37. Let me read it in Malayalam. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ ഇവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. Let us pray. God, our gracious Heavenly Father, enable us to receive your word. Help us to reflect upon it and accept it, so that we shall be able to lead a fruitful life in accordance with your divine word, and will empower us, O Lord, with your word. We thank you for the apostles and their ministry. Help us to follow them, and thereby to partake in your ministry always, at all times. In Christ Jesus' name we pray. Amen. ഓരോ അപ്പോസ്തലന്മാർക്കും പ്രത്യേക കൃപ ലഭിച്ചതനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വകരമായ തേജസ്കരണത്തിന് ശേഷം, അഥവാ പെന്തക്കോസ്തിയുടെ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് സഭ വിവിധ സ്ഥലങ്ങളിലേക്ക് വിശുദ്ധ ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ്. ഓരോ സ്ഥലത്തിനും ഇങ്ങനെ ഓരോ പേട്രൺ സെയിന്റ് ഉണ്ട്. ഈ സെയിന്റ് ആൻഡ്രൂസ് എന്നാ പറയുന്നത് നിങ്ങൾക്കറിയാം. സ്കോട്ട്ലൻഡിന്റെ പേട്രൺ സെയിന്റ് ആണ്. സ്കോട്ട്ലൻഡ് ആ ഭാഗത്താണ് സുവിശേഷവുമായി ആന്ത്രിയോസ് പോയത്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ഇന്ത്യക്കാണെങ്കിൽ സെന്റ് തോമസ് എന്ന് പറയുന്ന പോലെ സെയിന്റ് ആൻഡ്രൂസ് ആന്ത്രിയോസ് എന്ന അപ്പോസ്തലൻ സ്കോട്ട്ലൻഡിൽ പോയി. ഇവിടെ ഈ ആന്ത്രിയോസ് ആൻഡ്രൂ അല്ലെങ്കിൽ ഈ ആന്ത്രിയോസ് എന്ന പേര് ആളുകൾക്കും ഇംഗ്ലീഷിൽ പേരുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്റെ പേര് ഉമ്മൻ എന്ന് പറയുന്ന ഒരു മലയാളം പേര്. പക്ഷെ എന്നെ ഇംഗ്ലീഷുകാരനാക്കി പേരിടണമെങ്കിൽ തോമസ് എന്ന് ഇട്ടാൽ മതിയായിരുന്നു. കാരണം ഉമ്മൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉമ്മൻ, തൊമ്മി, തോമസ് എന്ന് പറഞ്ഞാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ എനിക്ക് അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഉമ്മൻ എന്ന് പറയും. ഇപ്പം ജോസഫ് എന്ന പേര് അത് ഇംഗ്ലീഷിലാണ്. മലയാളത്തിലാണെങ്കിൽ നമ്മളുടെ പാരമ്പര്യം അനുസരിച്ച് എബ്രായ ഉതുപ്പ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാ പേരുകൾക്കും. ഇപ്പം നമുക്കറിയാം. അതുപോലെ ആൻഡ്രൂസ് എന്ന് പറയുന്നത്, ആൻഡ്രൂ അല്ലെങ്കിൽ അന്ത്രയോസ് എന്നാ പറയുന്നത്. ആൻഡ്രൂ ഇംഗ്ലീഷാണ്. അന്ത്രയോസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് നാമമാണ്. ഈ ഗ്രീക്ക് നാമം ഒരു എബ്രായക്കാരന് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്തെന്ന് ഒരു പരിധി വരെ ഉള്ള അതിന്റെ ഒരു കാര്യം, ഈ ഗ്രീക്ക് കൾച്ചറിലേക്ക് എക്സ്പോഷർ ഉള്ള ഒരു ഫാമിലിയാണ് അവർ. അതായത് എബ്രായക്കാരനാണ് എങ്കിലും യവനായ സംസ്കാരത്തിന് ആ സ്വാധീനം അല്ലെങ്കിൽ അക്കാലമുള്ള നമുക്കറിയാം. ഗലീല കടൽ തീരത്തെ ബന്ധം അറിയാം. ഒരു ചെറിയ ഹോംവർക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. അവര് മീൻപിടുത്തക്കാരൊക്കെയാണ്. പക്ഷെ ആന്ത്രിയോസ് കുറച്ചും കൂടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബൗദ്ധിക തലത്തില് താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് മറ്റേ ആളിന് താല്പര്യം ഇല്ലെന്നല്ല, ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു, എംഫസൈസ് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, വളരെ
ജിജ്ഞാസുവായിരുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് സെർച്ചിങ് മൈൻഡ് എന്ന് പറയും. ഈ ജന്മനാ തന്നെ ഇൻബോൺ ആയിട്ടുള്ള ഒരു ദൈവിക വരദാനമാണ് അന്വേഷണ ത്വര. അതിന് മോഡേൺ ഫിലോസഫിയിലെ സയന്റിഫിക് മൈൻഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സെർച്ചിങ് അല്ലെങ്കിൽ റീസെർച്ചിങ് മൈൻഡ്, അന്വേഷിക്കുന്ന ഒരു മനസ്സ്. അപ്പൊ എന്താണ് ഈ അന്വേഷണം? സത്യാന്വേഷണമാണ്. സത്യാന്വേഷണം പറഞ്ഞാൽ സെർച്ച് ഫോർ ട്രൂത്ത് എന്നാണ് സത്യാന്വേഷണം. അതെന്താണ്? അത് അൾട്ടിമേറ്റ് റിയാലിറ്റി, ആത്യന്തികമായ സത്യത്തിലേക്കുള്ള ഒരു അന്വേഷണം, ചാതുര്യം, അങ്ങനെ ഒരു മെന്റാലിറ്റി, അങ്ങനെ ഒരു പെർസെപ്ഷൻ, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളായിരുന്നു അന്ത്രയോസ്. അപ്പൊ അന്ത്രയോസ് സത്യം എന്ത് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു യാത്രയിലായിരുന്നു. വലിയ ഭാഗ്യമാണ്. ചില ആളുകള് ഒട്ടുമേ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത നിസ്സംഗ മനോഭാവമുള്ള ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അത് അങ്ങനെയല്ല. ഗുഡ് സ്റ്റുഡന്റ്, ഒരു നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത് എപ്പോഴും ഈ അന്വേഷണ മനോഭാവമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകൻ, നല്ല വിദ്യാർത്ഥി. ആത്മീയജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവിക കൃപകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള ഒരു അന്വേഷണ മനോഭാവം, ജിജ്ഞാസുവായിരിക്കുക, അന്വേഷണ മനോഭാവമുള്ളവരായിരിക്കുക. അതാണ് ഇവിടെ അന്ത്രയോസിൽ കണ്ട ഒരു ശ്രേഷ്ഠത. അതിനോട് ചേർത്ത് ഞാൻ പറയാണ്, അന്ത്രയോസ് ഹു വാസ് ഹി എന്നുള്ളതിന് ഞാൻ പറഞ്ഞു, ഷീമോനുമായിട്ടുള്ള ബന്ധം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്ഥലം പറഞ്ഞു, ബെത്സീദ ആണ് അദ്ദേഹത്തിന്റെ സ്ഥലം. എന്നാൽ ഇവിടെ അന്ത്രയോസും ഈ സെബദി പുത്രനായ യോഹന്നാനും, ഇവര് രണ്ടുപേരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യത്വം സ്വീകരിച്ച് യോഹന്നാൻ സ്നാപകന്റെ അനുയായികളായിരുന്നു. That's the point. Who was he എന്ന ചോദ്യത്തിന്, he was a disciple of John the Baptizer. അന്ത്രയോസ് ആരായിരുന്നു? ഷീമോനുമായിട്ടുള്ള ബന്ധം ഹോംവർക്കാണ്. അപ്പോ അന്ത്രയോസും യോഹന്നാനും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകന്റെ സ്കൂളിൽ പഠിച്ചവരാണ്. യോഹന്നാൻ സ്നാപകന്റെ പാഠശാലയിൽ തങ്ങളെ തന്നെ ഒരുക്കിയവരാണ്. യോഹന്നാൻ സ്നാപകന്റെ കൂടെ ശിഷ്യന്മാരായി തീരുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളി, അവരുടെ ജീവിതത്തിന്റെ സാക്ഷ്യമാണത്. It's not a joke. It is a great challenge. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യരായിരിക്കുക എന്ന് പറയുന്നത് ത്യാഗോജ്വലമായ ജീവിതമാണ്. രാജാവിനെതിരെയുള്ള പോരാട്ടമാണ്. അധികാര ശക്തികളോടുള്ള പോരാട്ടം കൂടിയായിരുന്നു. തലപോകുന്ന അനുഭവമാണ് യോഹന്നാൻ സ്നാപക ശിഷ്യന്മാരായിരിക്കുക. മത നേതാക്കളെ വിമർശിക്കുന്ന, ഇന്നത്തെ രീതിയിലുള്ള വിമർശനങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്, അധപതിച്ച രീതിയിലുള്ള വിമർശനങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ ത്യാഗോജ്വലമായ ആത്മീക ജീവിതം നയിച്ച, വരദാനങ്ങൾ പ്രാപിച്ച ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായ അന്ത്രയോസ് ആണ് ഇവിടെ നാം പഠിക്കുക. ആന്ത്രയോസിനെ പറ്റിയാണ് നാം ഇവിടെ വായിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്താണ് പറഞ്ഞത്, പ്രസംഗിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 36-37 വാക്യങ്ങൾ ഞാനിവിടെ കുറിവാക്യമായി വായിച്ച തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, 36-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 1-ാം, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഹിയർ ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് ഈ ശിഷ്യന്മാര് കേട്ടിട്ട് അവർ യേശുവിനെ അനുഗമിച്ചു. കുറച്ചും കൂടെ
അതാണ് ഞാൻ ഒന്നാമത്തെ പോയിന്റ് പറയാൻ ശ്രമിക്കുന്നത്. അതായത് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ടിട്ട് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്ന ആന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചു. അങ്ങനെ ചെയ്യുവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, അതാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത്, യോഹന്നാന്റെ ശിഷ്യനായ ആന്ത്രയോസ് ഒരു ജിജ്ഞാസുവായിരുന്നു. അതായത് എൻക്വയറിംഗ് മൈൻഡ് ഉള്ള ആളായിരുന്നു, സെർച്ചിങ് മൈൻഡ് ഉള്ള, റീസെർച്ചിങ് മൈൻഡ് ഉള്ള ആളായിരുന്നു. ദൈവത്തെ കാണുവാനുള്ള അതിയായ ആഗ്രഹം ഉള്ള, തന്റെ ജീവിതത്തെ അപ്രകാരം ക്രമീകരിച്ച ദൈവത്തിന്റെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു യേശു ക്രിസ്തുവിലൂടെ അപ്പോസ്തോലികത്വം പ്രാപിച്ച ശ്രേഷ്ഠനായ വിശുദ്ധ ആന്ത്രയോസ്. ദൈവം ഗലീലക്കാരനായ, ബത്സയിദക്കാരനായ, കടപ്പുറത്ത് ജീവിക്കുന്ന, എന്നാൽ സത്യാന്വേഷിയായിരുന്ന, ജിജ്ഞാസുവായിരുന്ന, ജീവിതത്തെ ദൈവജനത്തിന്റെ വെളിച്ചത്തിൽ ക്രമീകരിച്ച ദൈവത്തിന്റെ ശ്രേഷ്ഠ പ്രവാചകനായ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യത്വം സ്വീകരിച്ച് മുൻപോട്ട് പോയ ഈ ആന്ത്രയോസ് അന്വേഷണ ത്വര ഉള്ള ആൾ എന്ന നിലയിൽ മാത്രമല്ല, ഓപ്പൺ മൈൻഡഡ് പേഴ്സണാലിറ്റി ആയിരുന്നു, വിശാലമായ തുറന്ന ഹൃദയമുള്ള ആളായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന്റെ വിളി കേൾക്കുവാനായിട്ട് ശിഷ്യത്വത്തിന്റെ വെളിച്ചത്തിൽ അതിനെ നേരിടുവാനും തക്കമുള്ള ദൈവത്തിന്റെ കൃപ ആന്ത്രയോസിന് യേശുക്രിസ്തുവിലൂടെ ലഭിച്ചുവെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം, നേതൃത്വം മാത്രമല്ല, തന്നിൽ ദൈവം നമ്പരാൻ തന്ന കൃപയായ ആ സെർച്ചിങ് മൈൻഡ് ആൻഡ് ഓപ്പൺ ഹാർട്ടഡ്, ഓപ്പൺ മൈൻഡഡ്നെസ്. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി ഒരിക്കലും അടഞ്ഞ ഹൃദയമുള്ളവരാൻ പാടില്ല. പ്രത്യേകിച്ച് യുവജനങ്ങളോട് പറയട്ടെ, ജാതിയും മതവും വർഗവും അങ്ങനെയുള്ള ചിന്താഗതികളും നമ്മളുടെ ജീവിത തത്വശാസ്ത്രത്തെ, ജീവിത പ്രമാണങ്ങളെ, ആത്മീയ ജീവിതത്തെ ബാധിക്കരുത്. അതിലൊക്കെ ഉപരിയായ തുറന്ന കാഴ്ചപ്പാടുള്ള നല്ല വ്യക്തികളായി ആന്ത്രയോസിനെ പോലെ അപ്പോൾ ആന്ത്രയോസും യോഹന്നാനുമാണ് അവിടെ ഉണ്ടായിരുന്നത്. രണ്ട് ശിഷ്യന്മാരുമായിട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകന്റെ അടുത്ത് അവർ നിൽക്കുകയായിരുന്നു. അന്നേരമാണ് യേശു ക്രിസ്തു കടന്നു പോകുന്നത്. യോഹന്നാൻ സ്നാപകൻ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നിരിക്കുന്ന കുഞ്ഞാട്, ഹിയർ ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്. ഹി പോയിന്റഡ് ഔട്ട് ജീസസ് ഓഫ് നാസറത്ത് ആസ് ദ ലാംബ് ഓഫ് ഗോഡ്. പ്രസംഗം കേട്ടിട്ട് മാനസാന്തരം ഉണ്ടാവുകയാണ്. ഇതാണ് ജെന്യുവൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അപ്പോ ഒരു ക്രിട്ടിക്കൽ അവറിലേക്ക് വരികയാണ്. ആദ്യം പറഞ്ഞത് കോണ്ടെക്സ്റ്റ് ആണ്, ആൻഡ്രൂസ് കോണ്ടെക്സ്റ്റ്. അതിന് വേറൊരു ഭാഷയെ പറഞ്ഞാൽ, ആ കോണ്ടെക്സ്റ്റ് മലയാളത്തിൽ എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാല്, ജിജ്ഞാസുവായ അന്വേഷണ ത്വരയോടുകൂടെ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ആന്ത്രയോസ്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ട് യേശുവിനെ അനുഗമിച്ചു. രണ്ട്, യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അടുത്ത ഒരു ചലഞ്ചാണ്. അതായത് ഒരു അനുഭവത്തിൽ നിന്ന്, ഒരു നിലവാരത്തിൽ നിന്ന് ജീവിതത്തിന്റെ വേറൊരു അനുഭവത്തിലേക്ക്, നിലവാരത്തിലേക്ക്, ഒരു റിലം ഓഫ് എക്സ്പീരിയൻസ്, അതിലേക്ക് കിടക്കുന്ന ഒരു രീതിയാണ്. അതിനെപ്പറ്റി ഇപ്പം നമ്മൾ കുറച്ച് താത്വികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ, ആൻഡ്രൂസ് ക്രിട്ടിക്കൽ അവർ, ആദ്യം പറഞ്ഞത് ആൻഡ്രൂസ് എക്സ്പീരിയൻസ് ഓർ ആൻഡ്രൂസ് പേഴ്സണാലിറ്റി, ആൻഡ്രൂസ് കോണ്ടെക്സ്റ്റ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് ആൻഡ്രൂസ് ക്രിട്ടിക്കൽ അവർ. അതിനുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നത് തൊട്ടടുത്ത വാക്യങ്ങളാണ്. 38, 39 വാക്യങ്ങൾ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 38, 39 വാക്യങ്ങൾ അവിടെ കാണാം. 37-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്,
യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കേട്ടിട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിച്ചപ്പോ 38-ാം വാക്യം, യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് നീയും ഞാനും തീരുമാനിച്ചാൽ, if we decide to follow him, if we wish to follow him, he will turn back and look at us and raise this question, what do you want, my dear son, my dear daughter? നിനക്ക് എന്താണ് വേണ്ടത്? നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് ഒരു ചോദ്യം. Here we see a deeper spiritual question, a deeper question raised by Jesus the Christ when he followed Jesus. Jesus turned back to them and then he asked them, what do you want? What do you search for? നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവിനെ അനുഗമിക്കുന്ന ദൈവമക്കളോട് കർത്താവ് ദൈവപ്രകാരം ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് വേണ്ടിയത്? If you take an initiative to follow Jesus, if you decide upon the gospel that you have received, then Jesus, our master, Rabbi, Jesus the Lord, very personally raises this question to you, my dear son, my dear daughter, what do you want? Why do you come after me? In other words, here we see, theologically speaking, here we see that Jesus takes that initiative. He takes that initiative. Here we see the symbol of initiative. He acknowledges our decision. If you try to follow Jesus, he will never forsake you. He will turn back and look at you and raise this question, my dear son, what do you want? This question challenges us because it is a deeper spiritual existential question. Why do you follow me? Why do you come after me? What do you want? What do you search for? Tell me, please. കർത്താവിനെ അനുഗമിക്കുക ഞാൻ എന്നും പറഞ്ഞ് എനിക്ക് ഇഷ്ടപോലെ അല്ല, എനിക്ക് ഇഷ്ടംപോലെ അങ്ങോട്ട് കൊണ്ട് പോകാനല്ല. If you follow Jesus, if I follow Jesus, Jesus looks at me, he turns back and looks at me and he calls me my name and then he raises this question. What will be your answer? So this initiative is called, again technically, if I put it, I would say a symbol of initiative. കർത്താവ് നിന്നെ സ്വീകരിക്കുന്നതിന് അടയാളമായിട്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. What do you want? This is one of the basic questions of our Christian life. അപ്പൊ 32-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ 28-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് അവർ പറയുന്നുണ്ട്, ചോദിച്ചതിന് മറുപടിയായിട്ട് അവർ, റാബി, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. Where do you stay? Master, where do you stay? നീ എവിടെ താമസിക്കുന്നു, എവിടെ പാർക്കുന്നു? We would love to follow you. We would love to be with you. Therefore, tell me, Lord, tell me, Rabbi, where do you stay? And then Jesus said, verse 39, അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. The second point for reflection, ഇത്രയും പറഞ്ഞ എല്ലാം ഫസ്റ്റ് പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, they received Jesus's great invitation to come and see.
കർത്താവ് വിളിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ കർത്താവ് പറയാണ്, come and see, join me. നീ എവിടെ പാർക്കുന്നു? Where do you stay? Which means we would like to be with you in a way. നീ എവിടെയാണ്? അപ്പൊ ഞങ്ങൾക്ക് നിന്നോടുകൂടെ ആകാം. ഞങ്ങൾ ഇത്രയും നാളെ യോഹന്നാൻ സ്നാപകന്റെ കൂടെ ആയിരുന്നു. അവനോ സ്ഥലമില്ല, കർത്താവിന് സ്ഥലമില്ല, തലചായ്പാൻ ഇടമില്ല, മനുഷ്യപുത്രന്റെ തലചായ്പാൻ ഇടമില്ല. ആ ചോദ്യത്തിന് ഒരു മറുപടി, come and see. We may raise many material existential questions, but Jesus' reply is not sheer material as you think or as I think. His response or his answer would be more deeper, which transcends time and space. Which transcends time and space. Come and see, come and experience. Oh, what do you want? Why do you come after me? They said another question. Here we see the question formula. Lord, where do you, Rabbi, where do you stay? And then Jesus said, come and see. The great invitation, കർത്താവ് വസിക്കുന്ന സ്ഥലം അഥവാ കർത്താവിനോടുകൂടെ വസിക്കുവാനായുള്ള ഒരു ക്ഷണം അവർക്ക് ലഭിച്ചു. അതിലപ്പുറം എന്താണ് വേണ്ടത്? മനുഷ്യ ജീവിതത്തിൽ ഇതിനപ്പുറമായൊരു ഭാഗ്യമുണ്ടോ? കർത്താവിനോടുകൂടെ വസിക്കുവായി. ഇന്ത്യൻ ഫിലോസഫി പഠിക്കുമ്പോൾ ഉപവാസം എന്ന് പറയുന്നത് കർത്താവിനോട് വസിക്കുക എന്നാണ്. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ വിത്ത് ദ ലോർഡ് എന്നാണ് അതിന്റെ ഫിലോസോഫിക്കൽ ആയിട്ടുള്ള മീനിങ്. ഭക്ഷണം വെടിയുന്നതൊക്കെ അതിന്റെ ഒരു മെത്തേഡാണ്. അല്ലാതെ 24 മണിക്കൂറും ഫുള്ളായിട്ട് അടിച്ച് ബിരിയാണി ഒക്കെ മുട്ട കഴിച്ചിങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നത്. പള്ളി വന്നിരുന്ന് നമ്മുടെ ആളുകൾ ബെഞ്ച് ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുന്നത്. അതുകൊണ്ടല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരണമെന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉടനെ ദൈവം കോപിക്കും എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. എനിക്കതല്ല പ്രശ്നം. പക്ഷെ എനിക്കൊരു കാര്യം വളരെ സന്തോഷമാണ്, നമ്മുടെ യൂത്ത്സ് ആരും കഴിക്കുക അല്ലെങ്കിലും കഴിക്കത്തില്ല. യൂത്ത്സിന് ഇത് കഴിഞ്ഞിട്ടേ കഴിക്കാൻ പോകും. അതൊരു കുറവാണ്. രാവിലെ 10-15 കെട്ടലിയും മുട്ടയും ഏത്തക്കാ പൊഴിക്കുന്നതും കഴിച്ചുകൊണ്ടല്ല നമ്മുടെ യൂത്ത്സ് പള്ളി വരുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നല്ല കാര്യമാണ്. ഞാൻ ആദ്യ കുർബാന ക്ലാസ്സിൽ കർശനമായിട്ട് പറയും, ഉപവസിച്ച് തന്നെ കുർബാന കൊള്ളാൻ വരണം. പണ്ടങ്ങനെ പഠിപ്പിച്ചു. കർത്താവിനോട് വസിക്കുക എന്ന് പറയുന്നത് ഉപവാസം എന്നാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നത് ഉപനിഷത്ത്, അതുപോലെ ഉപവാസം, ഇതെല്ലാം ഇന്ത്യൻ ഫിലോസോഫിക്കൽ ഗ്രേറ്റ് ടേംസ് ആണ്. അതൊക്കെ പിന്നെ പാശ്ചാത്യരെടുത്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. അതിനൊന്നും പറ്റിയ ഇംഗ്ലീഷ് വാക്കുകളില്ല ഉപനിഷത്തെന്നോ അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നതിനൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, യേശു ക്രിസ്തു പറഞ്ഞു, കം ആൻഡ് സീ. Here they got a great invitation from above through Jesus, their master. The great invitation was to experience him. He was not sure. എവിടെ താമസിക്കുന്നു പറയാൻ അറിയില്ല. മനുഷ്യപുത്രനോ തലചായ്പാനിടയിൽ. ബ്രോ, നീ എവിടെ പാർക്കുന്നു എന്നവർ ചോദിച്ചതിന് യേശു അവരോട് പറഞ്ഞു, വന്ന് കാൺമീൻ. The great answer, the great response. This response is the invitation of heaven. സ്വർഗത്തിന്റെ ക്ഷണമാണ് കർത്താവിനോടുകൂടെ വസിക്കുക എന്നുള്ള ഭാഗ്യം. വിശുദ്ധ മാമോദീസായിലൂടെ അതാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. കർത്താവിനോടുകൂടെ വസിക്കുമെന്ന തീരുമാനം. ആയതിലേക്കാണ് മാതാപിതാക്കൾ നമ്മെ സമർപ്പിച്ചിരിക്കുന്നത്. ആയതിലേക്കാണ് ജ്ഞാനമാതാവും ജ്ഞാനപിതാവും തിരുസന്നിധിയിൽ ദൈവത്തിന്റെ പരമസന്നിധിയിൽ സഭയുടെ മുൻപാകെ ഒരു ഉറപ്പ് കൊടുക്കുന്നത്. ഇവനെ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സഭയുടെ ഉപദേശത്തിലും സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും വളർത്തിക്കൊണ്ടുവരാം എന്ന ഉറപ്പ് ഈ ജ്ഞാനമാതാവ് അല്ലെങ്കിൽ ജ്ഞാനപിതാവ് അനേകരുടെ മുൻപാകെ, തിരുമേശയുടെ മുൻപാകെ, ജീവന്റെ ഏവങ്കേലിയോന്റെ മുൻപാകെ സാക്ഷ്യം പറയുന്നത്. അതിനാണ് ഗോഡ് ഫാദർ, ഗോഡ് മദർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ചുമ്മാ കയറി ആരുടെയും ഗോഡ് ഫാദറും ഗോഡ് മദർ ഒന്നും ആയിക്കളയല്ലേ. ഇതൊക്കെ ഓർത്തിട്ട് വേണം ചെയ്യാൻ. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. എന്താണ്
യേശു ക്രിസ്തുവിനെ അറിയുവാൻ, യേശു ക്രിസ്തുവിനോട് വസിക്കുവാൻ. ഇവിടെ ഈ സയൻസും തിയോളജിയും തമ്മിൽ ഒരു ചെറിയ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സയൻസ് എങ്ങനെയാന്ന് ചോദിച്ചാൽ തിയറി പഠിച്ചിട്ടാണ് പ്രാക്ടിക്കലി ചെയ്യുന്നത്. തിയറി ആൻഡ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. ഇപ്പൊ കെമിസ്ട്രി നമ്മൾ ആദ്യം അതിന്റെ ഫോർമുലയൊക്കെ പഠിച്ചിട്ട് നമ്മൾ ലാബിൽ എടുത്തു. അതിന് ആദ്യമേ ലാബിൽ കയറ്റി വിട്ടിട്ട് അവന്റെ കൈയെല്ലാം പൊള്ളിക്കും. അങ്ങനല്ല, അത് ശരിയായിട്ട് തിയറി. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത് ആദ്യമേ തന്നെ പ്രാക്ടിക്കലിൽ വിടുവോ? ഇല്ല. ഫിസിയോളജിയും അനാറ്റമിയും ഫാർമക്കോളജിയും അതെല്ലാം പഠിച്ചിട്ട് ഫൈനൽ ഹൗസ് സർജൻസി അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ആ 4 വർഷം 5 വർഷം പഠിച്ചതിന് ശേഷം, ചൈനയിലും റഷ്യയിലൊക്കെ പഠിച്ച് 10 വർഷം പഠിച്ചാലും തിരിച്ചു വന്ന് പിന്നെ ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ചിലപ്പോൾ പലരെയും സ്വീകരിക്കുന്നില്ല, ടെസ്റ്റ് പാസ്സാകും. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ കേട്ടത് ഇവരെക്കാൾ നല്ലതായിട്ട് പഠിക്കുന്നു കേട്ടായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പരീക്ഷ പാസ്സാണെന്ന് പറയുന്നതിന്റെ കാരണം എന്നാ, ഈ തിയറി എല്ലാം ഇവൻ അറിയാമോ എങ്കിൽ മാത്രമേ അവന്റെ രോഗിയെ കൊടുക്കാൻ പറ്റൂ. PDS പാസ്സായെന്നും പറഞ്ഞ് ഒരുത്തന്റെ മുമ്പിൽ പോയി വാ തുറന്നു കൊടുക്കാൻ പറ്റൂ? അവൻ പല്ലെടുത്താല് ബ്രെയിനെ വരെ ബാധിച്ചു കളയും. അവന് പല്ലെടുത്ത് പരിചയം ഉണ്ടോ എന്ന് ആളുകൾ നോക്കും. അതുകൊണ്ടാണ് സീനിയർ ആയിട്ടുള്ള ഡെന്റിസ്റ്റുകൾ പോകുന്നത്. എന്നിട്ട് പറയും ഡോക്ടർ തന്നെ ചെയ്താൽ മതി, പിള്ളേരെ കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കണം. പിള്ളേർ നിന്ന് പഠിക്കണം. അങ്ങനെ നിന്ന് കണ്ട് തിയറി പഠിച്ചിട്ടാണ് പ്രാക്ടിക്കൽ. എന്നാൽ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലെ, ക്രിസ്ത്യൻ തിയോളജിയിലെ, ക്രിസ്ത്യൻ ലൈഫിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പഠിച്ചതുകൊണ്ട് മാത്രം പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് പഠിത്തം എന്ന് പറയുന്നത് ഈ വസിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അതായത് പ്രാക്ടീസ്, ബൈ പ്രാക്ടീസിങ് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് യു വിൽ ഗ്രോ ഇൻ ഹിസ് നോളജ്. ഒരു ക്രിസ്തുവിന്റെ വിശ്വാസിയായ സാക്ഷിയായി ഞാൻ ജീവിക്കുന്നതിലൂടെ, നീ അപ്രകാരം ജീവിക്കുന്നതിലൂടെ ദൈവിക മർമ്മങ്ങൾ നിനക്ക് കൂടുതൽ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് നോട്ട് ആഫ്റ്റർ ദ തിയറി, ക്രിസ്ത്യൻ wisdom and Christian theological secrecies are not merely to be learned through intellect or language, but you need to experience Christian life, and thereby you will be able to identify the mystery of Christianity. അന്ത്രയോസിനോടും യോഹന്നാനോടും കർത്താവ് പറഞ്ഞത് come and see, വന്ന് കാണാൻ. This is a great invitation to be with the Lord. പ്രിയമുള്ളവരെ, abide in Christ എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. മാമോദിസയുടെ അർത്ഥം ഞാൻ പറഞ്ഞു. പൂർണ്ണാഭിഷേകം നിങ്ങൾക്കറിയാം. വിശുദ്ധ മേശയെ പറ്റി പറയും. കർത്തൃമേശ വിശുദ്ധ കുർബാന. കമൻസി എന്ന് പറയുന്നത് ഈ വിശുദ്ധ കുർബാന കർത്താവിനോട് നാം വസിക്കുന്ന, കർത്താവ് നമ്മിൽ വസിക്കുന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് വിശുദ്ധ മാമോദിസായും അല്ലെങ്കിൽ ഈ വിശുദ്ധ കൂദാശകളും വിശുദ്ധ മേശയും എല്ലാം, ഞാനൊരു വാക്യം വായിക്കാൻ, ലിറ്റർജിയിലുള്ളത് നമുക്കറിയാവുന്ന വാക്യം, യോഹന്നാൻ 6:56. എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ജീവിക്കും, അവൻ ഒരു നാളും മരിക്കയില്ല. നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം കുടിക്കുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ആകയാൽ പലരായ നാം ഒരേ ശരീരത്തിൽ ഭക്ഷിക്കുക, ഒരേ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു. കർത്താവിനോടുകൂടെ വസിക്കുവാനായുള്ള വലിയ ക്ഷണം അന്ത്രയോസിന് ലഭിക്കുന്നു. 3 അടുത്ത വാക്യങ്ങൾ 39 മുതൽ 40 അല്ലെങ്കിൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അന്ത്രയോസിന്റെ തീരുമാനം. What did he do? ഞാൻ വായിക്കാം. അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു.
അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വന്ന് കാണുമീൻ എന്നുള്ള യേശു മൂന്നാമത്തെ the third point to be reflected upon. നമ്മൾ 4 പോയിന്റ് പറയുന്നു പറഞ്ഞു. ഒന്ന് എന്താണ്? കോണ്ടെക്സ്റ്റ്. അതിലെല്ലാം കൂടെ ചേർത്ത് മലയാളത്തിൽ ഒറ്റ വാക്ക് പറയുകയാണ്, അന്വേഷണത്തോടെയുള്ള ദൈവത്തിന്റെ പൈതലായിരുന്നു അന്ത്രയോസ്. 2, കർത്താവിനെ അനുഗമിച്ചപ്പോൾ കർത്താവ് അവനോട് ചോദിച്ച ചോദ്യത്തിന് ആത്മാർത്ഥമായ മറുപടി നൽകിയെന്ന് മാത്രമല്ല, കർത്താവിന്റെ മറുപടി സ്വീകരിച്ചുകൊണ്ട് അവനോടുകൂടെ വസിക്കുവാൻ അന്ത്രയോസ് തീരുമാനിക്കുന്നു. 3, ഇവിടെ അന്ത്രയോസിന്റെ ആ തീരുമാനത്തിന്റെ ഫലമായി 41-42 വാക്യങ്ങൾ പറയുകയാണ്, മറ്റുള്ളവരെ ഈ കൃപയിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അന്ത്രയോസും ശീമോനും തമ്മിലുള്ള ബന്ധം. നിങ്ങൾക്ക് പുസ്തകമുള്ളവർക്ക് ഇപ്പോൾ അതിന്റെ ഉത്തരം അവിടെ കിട്ടിക്കഴിഞ്ഞു. ശീമോൻ ആരാണ്? അന്ത്രയോസിന്റെ ബ്രദർ ഓഫ് സൈമൺ. സൈമൺ എന്ന് പറയുന്ന ആളാണ് പത്രോസ് ലീഹ. സഭയുടെ ചരിത്രത്തിൽ നമ്മൾ പറയുന്ന വാക്ക് പാത്രിയർക്കീസ്, അല്ലെങ്കിൽ മാർപ്പാപ്പ. പത്രോസിന്റെ സിംഹാസനത്തിൽ അവരുടെ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയാണ് അന്ത്യോക്യയിലെ പാത്രിയർക്കീസ്. കിഴക്കിന്റെ സഭയ്ക്കും പാശ്ചാത്യ സഭയ്ക്ക് റോമിലെ പാപ്പായും. അവർ രണ്ടുപേരും ഈ പാത്രിയർക്കീസ് പത്രോസ് ലീഹായുടെ പിൻഗാമികൾ. ത്തിന്റെ മണ്ണില് മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ചെറിയ സഭയാണ് മലങ്കരയിലെ മാർത്തോമാ സുറിയാനി സഭ. മലങ്കര ശ്ലൈഹിക സിംഹാസനത്തിന്റെ മാർത്തോമാ സുറിയാനി സഭയുടെ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ആയിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ മലങ്കരയിലെ, അതാണ് മാർത്തോമാ സുറിയാനി സഭ. AD 52 വിശുദ്ധ തോമാസ് ശ്ലീഹായാൽ ഭാരതത്തിൽ മലങ്കരയിൽ സ്ഥാപിക്കപ്പെട്ട ശ്ലൈഹികവും ഏകവും വിശുദ്ധവും അപ്പോസ്തോലികവും ആയ തിരുസഭയുടെ, സാർവലൗകിക സഭയുടെ, കാതോലികവുമായ സഭയുടെ ഒരു ഭാഗമായി നിൽക്കാനുള്ള മഹാഭാഗ്യം ബലഹീനരായ നിങ്ങൾക്കും എനിക്കും ദൈവതമ്പുരാൻ പുത്രനിലൂടെ തന്നിരിക്കുന്നു. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അന്ത്രയോസിന് ഇടയാകുന്നു. What did he do? He told his brother Simon, we have seen the Messiah. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സഹോദരനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന വലിയ ശുശ്രൂഷ, അതായത് പുറത്തുള്ളവരോട് ഒക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇവന്റെ സാക്ഷ്യം സ്വന്തം ഭവനത്തിലായിരുന്നു. സ്വന്തം സഹോദരനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രയാസം സ്വന്തം സഹോദരനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കുടുംബത്തിൽ തന്നെയാണ്. സ്വന്തം ഭവനത്തിൽ ഉത്തമനായിരിക്കുക, ഉത്തമ വിശ്വാസിയായിരിക്കുക, ഉത്തമ മകനായിരിക്കുക, മകളായിരിക്കുക, ഭർത്താവായിരിക്കുക, സഹോദരനായിരിക്കുക, സഹോദരിയായിരിക്കുക, ഭാര്യയായിരിക്കുക, അമ്മായപ്പനായിരിക്കുക, ചിറ്റമ്മയായിരിക്കുക, മാതുലനായിരിക്കുക, കൊച്ചപ്പനായിരിക്കുക. അത് ഏറ്റവും വലിയ പ്രയാസം. ശീമോനാരാണ്? പീറ്റർ. അപ്പോൾ ആദ്യം വന്നതാരാ? അന്ത്രയോസ് ആണ് ശീമോനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ശീമോന് പ്രത്യേകിച്ചും ഒബ്സസീവ് ഇമ്പൾസീവ്. ഞാൻ പിന്നെ പറയാം, ശീമോനെ പറ്റി പറയും. നമ്മളെ യേശുവിന്റെ ശിഷ്യന്മാരിലെ ഡിസൈപ്പിൾസ് എയിലാ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് അന്ത്രയോസിനെ പറ്റി തുടങ്ങുന്നത്.
ഇംഗ്ലീഷിലെ ആൽഫബറ്റ് അനുസരിച്ച് നമുക്ക് 12 ശിഷ്യന്മാരെ പറ്റി പറയാം, യൂദായെ പറ്റിയും പറയാം, പൗലോസിനെ പറ്റിയും പറയാം. അപ്പൊ എത്ര പേരായി? 13 എണ്ണി നോക്കിയോളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരോട്, സഹോദരങ്ങളോട്, മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയുന്ന സ്വഭാവം, ഇതാണ് ഒരു സുവിശേഷം. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വലിയ ആളായിരുന്നാലും അടിസ്ഥാനപരമായി കർത്താവിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം, ആ സ്നേഹത്തെ സാക്ഷിക്കുന്നവരായിരിക്കണം. വലിയൊരു സംഭവതയുണ്ട്, നിങ്ങൾക്കറിയാം. അലക്സാണ്ടർ മാർത്തോമാ വലിയ തിരുമേനി തന്റെ അന്ത്യസമയത്ത് ഇനി അധിക സമയമില്ല എന്ന് ഡോക്ടർമാര്, കുമ്പനാട്ട് ഡോക്ടർമാര് അവരുടെ മെഡിക്കൽ ശാസ്ത്രപ്രകാരം അന്നത്തെ ക്രിസോസ്റ്റം തിരുമേനി, അലക്സാണ്ടറിന് വലിയ മെത്രാപ്പൊലീത്തയാണ്, ക്രിസോസ്റ്റം തിരുമേനി അന്ന് മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. തിരുമേനി അറിയിച്ചപ്പോൾ മെത്രാപ്പൊലീത്ത തിരുമേനി എല്ലാ ബിഷപ്പുമാരും വരാൻ പറഞ്ഞു. ആ സമയത്ത് അമേരിക്കയിലുള്ള ബിഷപ്പായിരുന്നു സക്കറിയാസ് തിരുമേനി, അമേരിക്കൻ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായി. തിരുമേനി പെട്ടെന്ന് അമേരിക്കയിൽ ന്യൂയോർക്കിൽ നിന്ന് കുമ്പനാട്ട് വന്ന് തിരുവല്ലയ്ക്ക് വന്നു. ഓരോ മെത്രാച്ചന്മാരും ഓരോരുത്തരായിട്ട് അലക്സാണ്ടർ വലിയ തിരുമേനിയെ കാണാനായിട്ട് നിശ്ചയിച്ചു, അല്ലെങ്കിൽ അപ്രകാരം വലിയ തിരുമേനി പറഞ്ഞനുസരിച്ച് ഓരോരുത്തരെയും പ്രൈവറ്റ് ആയിട്ട് വിളിച്ച് തനിക്ക് അന്ത്യമായി പറയാനുള്ളത് പറയേണ്ടതിലേക്ക്. അപ്പൊ സക്കറിയാസ് തിരുമേനിയെ വിളിച്ചകത്ത് കയറ്റി. സക്കറിയാസ് തിരുമേനിയുടെ സമയം വന്നപ്പോൾ വിളിച്ച് സക്കറിയാസ് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി വലിയ പണ്ഡിതനാണ്, പ്രിൻസ്റ്റണിലും ബോസ്റ്റണിലും ഒക്കെ പഠിച്ച ആളാണ്, നല്ല മിടുക്കനാണ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പങ്കെടുക്കുകയും അതിന്റെ വിവിധ സബ് കമ്മിറ്റികളിലൊക്കെ ദൈവശാസ്ത്രപരമായ പല ആലോചനകളിൽ പങ്കുവയ്ക്കുകയും ചെയ്ത ശ്രേഷ്ഠനായ മെത്രാച്ചനാണ് സക്കറിയാസ് തിരുമേനി എന്ന് അലക്സാണ്ടർ വലിയ തിരുമേനി സക്കറിയാസ് തിരുമേനിയോട് പറയുകയാണ്. ഇത് ഞങ്ങളോട് സക്കറിയാസ് തിരുമേനി പറഞ്ഞതാണ്, ക്ലർജി മീറ്റിംഗിൽ പരസ്യമായി പറഞ്ഞതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് പരസ്യമായി പറയുന്നത്. സക്കറിയാസ് തിരുമേനി കണ്ണുനീരോടെ ക്ലർജി മീറ്റിംഗിൽ പരസ്യമായി പറഞ്ഞ് ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാണ്, സാക്ഷ്യമാണ് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞിട്ട് അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത തിരുമേനി സക്കറിയാസ് തിരുമേനിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എല്ലാം നല്ലതാണ്, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എവിടെയെല്ലാം പോയാലും എന്തെല്ലാം ചെയ്താലും എത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചാലും യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, സാക്ഷ്യത്തിലേക്ക് കുറച്ചാളുകളെയെങ്കിലും കൊണ്ടുവരുവാൻ മെത്രാച്ചന് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അലക്സാണ്ടർ വലിയ തിരുമേനിയുടെ മുമ്പിൽ നിന്ന് സക്കറിയാസ് തിരുമേനി കരഞ്ഞു. ഇനി ഒരു കൂടിക്കാഴ്ച സാധ്യമോ എന്നറിയില്ല. തിരുമേനിക്ക് പോകുവാൻ സമയമായി. തിരുമേനി തിരിച്ച് ന്യൂയോർക്കിനെ വന്നു. അച്ഛന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഈ കാര്യം പറഞ്ഞു. വീണ്ടും തിരുമേനിക്ക് ഇവിടെ നിന്ന് അറിയിപ്പ് വന്നു, Alexander Martoma, വലിയ മെട്രോപൊളിറ്റൻ, promoted to glory, come back fast. തന്നെ ഒട്ടും താമസിയാതെ അടുത്ത അവൈലബിൾ ഫ്ലൈറ്റില് സക്കറിയാസ് തിരുമേനി ന്യൂയോർക്കിൽ നിന്ന് വീണ്ടും തിരുവല്ലയ്ക്ക് വന്നു. തന്നോട് തന്റെ വലിയ മെത്രാപ്പൊലീത്ത അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ, എന്റെ അച്ഛന്മാരെ ഞാൻ നിങ്ങളോട് പറയുകയാണെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടെ അദ്ദേഹം വേദനയോടുകൂടെ പ്രസംഗിച്ചത്, ഈ സാക്ഷ്യം പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരു നാളും മറക്കുകയില്ല. എത്ര വലിയവനായിരുന്നാലും, എത്ര ദൈവശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചാലും, പ്രിൻസ്റ്റണിലും ബോസ്റ്റണിലും ഹാർവാർഡിലും യെയിലും പഠിപ്പിച്ചാലും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് എത്ര പേരെ എത്രാച്ച നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്നത്. ആ വലിയ തിരുമേനി തന്റെ അന്ത്യയാത്രയിൽ ചങ്ക് തകർന്ന് താൻ ഏറ്റവും സ്നേഹിച്ച സക്കറിയാസ് തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനി അതേ വാചകം തന്റെ അച്ഛന്മാരോട് പറയുകയാണ്. ഇവിടെ ഞാൻ പറയാൻ ശ്രമിച്ചത്,
മറ്റുള്ളവരെ പറഞ്ഞു, we have seen the Messiah. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് സാക്ഷ്യം. സമയം ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടുത്തതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 42-ാം വാക്യത്തിൽ കാണാം, സൈമൺ വാസ് ബ്രോട്ട് ടു ജീസസ്. അതുകൊണ്ട് ഈ അന്ത്രയോസിനെ പറ്റി ദൈവശാസ്ത്രത്തില് മിനിസ്ട്രിയിൽ ഇങ്ങനെ പറയും, അന്ത്രയോസിനെ പറ്റി പറയുന്ന ഒരു കാര്യം ആളാം പ്രതി സുവിശേഷ വേലക്കാരൻ എന്നാണ് പറയുന്നത്. അന്ത്രയോസ് അങ്ങനെ വലിയ ക്രൂസൈഡുകൾ നടത്തി അങ്ങനെ ജനലക്ഷങ്ങളെ പ്രസംഗിച്ച് മത്സരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു വലിയ കൃപ എന്ന് പറയുന്നത് ആളുകളുടെ വ്യക്തിപരമായി പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയും. ആളാമൃതി സുവിശേഷം. മാരാമൻ മഹായോഗത്തിൽ നിങ്ങൾ പോയിട്ടുണ്ട്. ഒരു കാലത്ത് മാരാമൻ മഹായോഗത്തിൽ ആളാമൃതി സുവിശേഷ വേലക്കാർ ധാരാളം ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മാരാമന്റെ പാറ്റൂര് യൂസുവിന്റെ ഒന്നിച്ചുള്ള ബസ്സിൽ കയറി പോയതാണ്. അല്ലെ, പല പ്രാവശ്യം പോയി. അപ്പം യൂസുവിന്റെ ബസ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഒന്നുകൂടെ പോകും. അതൊരു നല്ല കാര്യമല്ലേ. അന്ന് കൂടെ വന്നവരൊക്കെ ചിലർ സിനിമയ്ക്ക് പോയി. അത് അന്ന് സിനിമ ഒരു വലിയ മാരാവൺ കോഴഞ്ചേരിയിൽ ഫുൾ ടൈം അങ്ങ് സിനിമയാണ്. ഈ മാരാവൺ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഈ മാറ്റിനി എന്ന് പറയുന്ന ഉച്ചയ്ക്ക് അങ്ങനല്ല, പകലിങ്ങനെ 9 മണി 11 മണി 2 മണി 3 മണി 4 മണി ഇങ്ങനെ സിനിമ ഇങ്ങനെ അടിച്ചോളി. അപ്പം പല ആളുകൾ ഇങ്ങനെ വരും. എന്നിട്ട് കുറച്ചു പേരൊക്കെ അവിടെ അന്ന് കുന്നിക്കാർക്ക് എത്തിയായിരുന്നു, ഞാൻ പേരൊക്കെ മറന്നുപോയി, മാരാവൺ. അപ്പൊ അതിനകത്ത് കയറിയിരുന്നു. ഞാനല്ല നമ്മള് ചില ആളുകൾ. അപ്പൊ ഞാനിങ്ങനെ അങ്ങോട്ട് നടക്കും ചുമ്മാതെ. അപ്പൊ നടക്കുന്ന കൂട്ടത്തിൽ ഒരുത്ത എന്നെ പിടിച്ചു. ഒരുത്തെന്ന് പറഞ്ഞാൽ ഒരു ജുബായൊക്കെ ഇട്ട് ഒരു പാമ്പ് പിടിച്ച ഒരു മനുഷ്യൻ എന്നെ ഇങ്ങനെ പിടിച്ചു. നീ വന്നേ മോനെ, എന്തോ? ഞാൻ എന്തോ പറ്റി? അല്ല, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, വാ, എന്നാ പിന്നെ പെട്ടെന്നായിട്ട് എനിക്ക് യോഗത്തിന് കയറണം. അപ്പൊ യോഗത്തിന് കറക്റ്റ് കയറാം, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഞാൻ അത് കയറ്റി ഇരുത്തി തരാം, മോനോട്ട് ചില കാര്യങ്ങൾ പറയട്ടെ. ഞാൻ പിടിച്ചിട്ട് എന്തിന്, എന്നാ പിന്നെ പെട്ടെന്നാട്ടെ എന്ന് പറഞ്ഞപ്പം പുള്ളി പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് കർത്താവിനെ പറ്റി എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, സംഘത്തിന്റെ ഔദ്യോഗികമായ അനേകം ആളുകളെ സുവിശേഷ വേലയ്ക്കായിട്ട് മണപ്പുറത്ത് അവർ നിയോഗിച്ചിട്ടുണ്ട്. അവര് ചെറുപ്പക്കാരോടും അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരോടും അല്ലാതെ ഉള്ളവരോടും ഒക്കെ തന്നെ ഓരോരുത്തരോടും വ്യക്തിപരമായി ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയും. അതിനെ പേഴ്സണൽ ഇവാഞ്ചലിസം പറയും. പിന്നീട് തിയോളജിക്കൽ എംഫസിസ് ഒക്കെ മാറി. ഇന്ന് പേഴ്സണൽ ഇവാഞ്ചലിസത്തിനകത്ത് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ കൗൺസിലിംഗ് എന്നൊക്കെ പറയാം, പല വാക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. പക്ഷെ അന്ന് ഈ കൗൺസിലിംഗ് ഒന്നും വലിയ വാക്കല്ല. അന്ന് ഈ പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നതാണ് വാക്ക്. അത് അവരിങ്ങനെ സജീവമായിട്ടൊക്കെ. ഇന്ന് പാട്ടുപുസ്തകം വിൽക്കുന്ന ആളുകളുണ്ട്. അന്ന് പാട്ടുപുസ്തകം വിൽക്കും. ആ പാട്ടുപുസ്തകം വിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ യോഗത്തിൽ പന്തലിനകത്തല്ല, പന്തലിന് പുറത്ത് യോഗത്തിന് മുൻപും പിൻപും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരോടെല്ലാം ദൈവത്തിന്റെ സുവിശേഷം പറയാൻ തക്കവണ്ണം ആളാമ്പ്രതി സുവിശേഷക്കാര്, സ്വമേധാ സുവിശേഷ വേലക്കാരുടെ ഒരു വലിയ സംഘം ഔദ്യോഗികമായും അനൗദ്യോഗികമായും ആത്മീയ സംഘടനകളുടെയും അല്ലാതെയും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ അന്ന് എനിക്കത്ര ബോധമില്ല എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ ഇതൊന്നും വലിയ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ പോലും അന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചെറിയ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ സത്യങ്ങളായി ഇന്നും ഉൾക്കൊള്ളാൻ അത് ഓർമ്മയിൽ എങ്ങനെ ഇരിക്കുകയാണ്. ആളാമ്പ്ര സുവിശേഷ വേലയുടെ ഒരു ഫലം നേരിട്ട് അറിയുവാൻ തക്ക എനിക്കിടയായതുകൊണ്ട് ഞാൻ നിങ്ങളോട് സാക്ഷിക്കുകയാണ്. അന്ത്രയോസ് ഈ ലോകത്തിലെ ക്രിസ്തീയ ശുശ്രൂഷകരുടെ ആളാമ്പ്ര സുവിശേഷ വേലക്കാരുടെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് എന്ന് സഭാചരിത്രത്തിൽ പറയുന്നു. പേഴ്സണൽ ഇവാഞ്ചലിസം ആൻഡ് മിഷൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം. അത് തന്നെ അതിനകത്തൊരു ടോപ്പിക്കാണ്, പേഴ്സണൽ ഇവാഞ്ചലിസം ആൻഡ് മിഷൻ. ആളാമ്പ്ര സുവിശേഷക്കാരുടെ സ്ലീഹായാണ് അന്ത്രയോസ് സ്ലീഹ. നാലാമതായി അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, അന്ത്രയോസ് ഒരു സ്ഥാനമോഹി ആയിരുന്നില്ല. എന്നെ സക്കറിയാസ് തിരുമേനിയാണ്, അലക്സാണ്ടർ തിരുമേനി
ക്രിസ്ത്യാനിറ്റിയിൽ മെത്രാപ്പൊലീത്തായും സക്രിയാസ് തിരുമേനി മദ്രാസ് എപ്പിസ്കോപ്പായുമാണ്. ആ സമയത്ത് എന്നെ ഇങ്ങനെ പ്രത്യേകം വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ചാപ്ലൻസി എന്ന് പറയുന്ന ഒരു സംഗതി ആരംഭിക്കാൻ പോവുകയാണ്. അത് പയനിയർ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞു, അച്ഛനെ ഞങ്ങൾ അങ്ങോട്ട് വിടാൻ പോവാണ്, പക്ഷെ ജോലി എന്തുവാന്ന് പറയാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. ഞാൻ പറഞ്ഞു അങ്ങനെ തടസ്സം ഞാൻ പറഞ്ഞില്ല എങ്കിലും എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു, അത് അറിഞ്ഞൂടാത്ത ജോലി ചെയ്യാൻ. പറഞ്ഞു ചാപ്ലൈനായിട്ട് വിടുകയാണ്. അതിന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഒന്നും അല്ല, കുറെ വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ ചാപ്ലൈൻ ആക്കുന്നത്. അപ്പൊ ഞാൻ മുതിരീനെ സാറിന് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റുകാർക്കുള്ളതല്ല. മുതിരീന് പറഞ്ഞു ഫസ്റ്റ് അപ്പോയിന്റ്മെന്റുകാർക്കുള്ളതല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേറെ അച്ഛന്മാരെ വിളിക്കാമല്ലോ. ഇത് കുറച്ച് 10-15 വർഷം ആയതുകൊണ്ടാണ് വിളിക്കുന്നത്. എന്താ തിരുമേനി അത് അമേരിക്കയിലോട്ടാണ് വിളിക്കുന്നത് ചാപ്ലൈനായിട്ട്. മറ്റുള്ള അച്ഛന്മാരെ പോലെ പ്രിവിലേജസ് ഒന്നുമില്ല. പക്ഷെ വേറെ കാര്യം, ജോലി എന്താണെന്ന് ചോദിച്ചാൽ പള്ളിയില്ല, പതിവായില്ല, വാസനയില്ല, അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നിടത്തൊക്കെ പോയി അവിടെ ഒക്കെയുള്ള ചെറുപ്പക്കാരോട് കർത്താവിനെ പറ്റി പറഞ്ഞ് അവരെ കർത്താവിന്റെ സഭയിലെ നല്ല ഉത്തമ അംഗങ്ങളാക്കി മാറ്റുക. അതിന് യൂത്ത് ചാപ്ലൈൻസി എന്നാണ് തിരുമേനി പേര്. ഒരു പുതിയ ഒരു മിനിസ്ട്രി ഇനിഷ്യേറ്റ് ചെയ്തതാണ്. ഇന്നിപ്പോ അത് പല ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ചാപ്ലൈൻസി ഉണ്ട്. വികാരിമാരുണ്ട് എല്ലാ ഇടവുകൾക്കും. എന്നാൽ ഒരു വികാരിയുടെയും പ്രത്യേക അധികാരത്തിന് കീഴിലല്ല, മദ്രാസ് എപ്പിസ്കോപ്പാന്റെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിൽ ഒരു ശുശ്രൂഷ ആരംഭിക്കുകയാണ് യുവജനങ്ങളുടെ ഇടയിൽ. യുവജനങ്ങളെ അവരോട് പേഴ്സണൽ ഇവാഞ്ചലിസം, ഇവര് പറഞ്ഞത് ഘോരഘോരം പ്രസംഗിക്കാനൊന്നുമല്ല. പ്രസംഗിക്കാൻ അവരുടെ പള്ളിയിൽ അച്ഛന്മാരും അവരുടെ പുൽപ്പിറ്റും ഒക്കെ അവർ പ്രസംഗിച്ചു കൊടുക്കും. പക്ഷേ അവിടെ ഇവിടെ നടക്കുന്നവരോടൊക്കെ അവരുടെ കൂടെ നടന്ന് അവരെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, സഭയുടെ അനുഗ്രഹങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നുള്ള വലിയൊരു വെല്ലുവിളി നിറഞ്ഞ ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സക്രാസിനെ പറഞ്ഞപ്പോ എനിക്ക് വാസ്തവത്തിൽ അതിന്റെ പ്രായോഗികമായ വെല്ലുവിളികളെ പറ്റി അത്ര ബോധ്യമില്ലായിരുന്നു. എന്നാൽ താത്വിക തലത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വെല്ലുവിളികളേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്തെന്ന് ചോദിച്ചാൽ പേഴ്സണൽ ഇവാഞ്ചലിസം. ഇങ്ങനെയുള്ളവര് സ്ഥാനങ്ങളൊന്നും കിട്ടുകയില്ല. ഈ പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്ക് പബ്ലിസിറ്റി ഇല്ല, സ്ഥാനവും ഇല്ല, അവർക്ക് മൈക്കില്ല, ബ്രോഷർ ഇല്ല, പേരില്ല, ഫോട്ടോ ഇല്ല, TV ചാനൽ ഇല്ല, ഇങ്ങനെ ഒന്നുമില്ല. അന്ത്രയോസ് അങ്ങനെ അറിയപ്പെടാത്ത ഒരാളായി. ശീമോന് വലിയ സ്ഥാനം കിട്ടി. സ്വന്തം സഹോദരനെ നമ്മൾ പറയുന്നിടെ ഞാനല്ലേ അവനെ വിളിച്ചോണ്ട് വന്ന്, ഇപ്പൊ അവൻ എന്നേക്കാൾ വലിയ ആളായി. എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. അത് നമ്മളെ വിളിച്ചോണ്ട് നമ്മളെക്കാൾ വലിയ ആളാവും. സംശയം എന്താ? അങ്ങനെയാണ്. പക്ഷേ അന്ത്രയോസിന് പരാതിയില്ലായിരുന്നു. അന്ത്രയോസ് സ്ഥാനമോഹിയായിരുന്നില്ല. ഈ ദൈവസ്നേഹത്തിലേക്ക്, യേശുക്രിസ്തുവിനെ കാണേണ്ടതിലേക്ക് സ്വന്തം സഹോദരനെ പത്രോസിനെ, ശീമോനെ വിളിച്ചുകൊണ്ട് വന്ന് ശീമോന് താക്കോല് കിട്ടിയിട്ട് അന്ത്രയോസിന് പ്രയാസം ഉണ്ടായില്ല. അന്ത്രയോസാണ് യേശുക്രിസ്തുവിന്റെ അടുത്ത് ബാലനെ കൊണ്ടുവന്നത്. ഓർമ്മയുണ്ടോ ഏത് സംഭവമാണ്? അവന്റെ പൊതിക്കെട്ടിൽ 5 അപ്പവും 2 മീനും, അവന്റെ പൊതിക്കെട്ടിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ചത് അന്ത്രയോസ് ആയിരുന്നു. കാരണം എന്താണ്? അന്ത്രയോസിന് ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആളുകളോട് വ്യക്തിപരമായി ഇടപെടുവാനും അവരെ അറിഞ്ഞ് അവരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാനും തക്കവണ്ണമുള്ള ഒരു വ്യക്തിബന്ധം, ദൈവകൃപ അന്ത്രയോസിനുണ്ടായിരുന്നു. അവൻ സ്ഥാനമോഹിയായിരുന്നില്ല. ഈ ബാലനെ
അഞ്ചപ്പവും 2 മീനും ആ ബാലനെ യേശുവിലേക്ക് കൊണ്ടുവന്നത് അന്ത്രയോസ്. പ്രിയമുള്ളവരെ, പാവപ്പെട്ടവരുടെ കൂടെയായിരുന്നു അന്ത്രയോസ്. ഈ 5 അപ്പവും 2 മീനും എന്ന് പറഞ്ഞ് നമുക്കറിയാം, ഞാൻ അതല്ല വിഷയമെങ്കിലും പറയട്ടെ, അത് പാവപ്പെട്ടവരുടെ ഭക്ഷണമായിരുന്നു. വലിയവന്മാരുടെ കൂടെ ആയിരുന്നില്ല അന്ത്രയോസ്. എവിടെ ബലഹീനരുണ്ടോ, ദരിദ്രരുണ്ടോ, കുട്ടികളുണ്ടോ, അവിടെ തുണയ്ക്കേണ്ട. ഇല്ല. എല്ലാവർക്കും അറിയണമെങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കയറി വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയെങ്കിൽ ഞാൻ അച്ഛന്മാരെ പറ്റി പറയാം, നിങ്ങളെ പറ്റിയല്ല. അച്ഛൻ കൊള്ളാം കേട്ടാ, പുള്ളി അങ്ങ് തകർക്കുകയാണ് ചാനലിൽ കൂടെ കേട്ടാ, കേട്ട് അത് പുള്ളിക്ക് കൊള്ളാം, കേൾക്കുന്നവർക്കും കൊള്ളാം, കുഴപ്പം കൊള്ളത്തില്ലെന്നല്ല. അതുകൊണ്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ ആത്മാക്കാരുടെ ത്യാഗോജലമായ വേർപ്പിനാലും രക്തത്താലുമാണ് ഈ സഭ കെട്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ത്യാഗോജലമായി സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ ഉള്ളത് കൊടുത്ത് മുണ്ട് മുറുക്കി ഉടുത്ത് ശുശ്രൂഷ ചെയ്ത ധാരാളം മേൽപ്പട്ടക്കാരും പട്ടക്കാരുമുള്ള സഭയാണ് ഈ സഭ. കേസിൽ തോറ്റ് എല്ലാം നഷ്ടപ്പെട്ട് കിട്ടാമായിരുന്നത് കൂടെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയപ്പോൾ, കണ്ണുനീരോടുകൂടെ പഴയ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, മാരാമണ്ണെ തന്റെ തറവാട്ടിലേക്ക് പോകുന്ന വഴിക്ക് പ്രഗത്ഭനായ ഗോകുലച്ചൻ പാലക്കുന്നത്തെ മെത്രാച്ചനെ വിളിച്ച് കരത്തിൽ പിടിച്ച് പഞ്ചായത്ത് പുരയിടത്തിൽ കയറ്റി. അതാണ് എസിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട അവസരത്തിലും തളരാതെ പതറാതെ, പള്ളികളോ പള്ളിമേടകളോ കുരിശുകളോ ആർഭാടങ്ങളോ ഇല്ലാതെ, എല്ലാം നഷ്ടപ്പെട്ട അവസരത്തിലും പുല്ലുമേഞ്ഞ് തബലീത്ത ഉപയോഗിച്ച് സാധാരണക്കാരോടുകൂടെ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം നടന്നും സൈക്കിൾ ചവിട്ടിയും യാതൊരു അനുഭവിച്ചും ശമ്പളമില്ലാതെയും ഉള്ളവൻ അങ്ങോട്ട് കൊടുത്തു ത്യാഗോജലമായി ശുശ്രൂഷ ചെയ്ത മേൽപ്പെട്ടക്കാരുടെയും പട്ടക്കാരുടെയും തങ്ങൾക്കുള്ള സ്ഥലങ്ങളും റബ്ബറും തേങ്ങായും എല്ലാം കൊടുത്ത് ഈ സഭയെ വളർത്തിയ, ത്യാഗോജലമായ മാസവരിയും പിടിവരിയും കൊടുത്ത സ്ഥാനമോഹങ്ങൾ ഇല്ലാതെ, സ്ഥാനങ്ങൾ ആഗ്രഹിക്കാതെ ത്യാഗോജലമായ ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കൾക്കുള്ള ഉദാത്തമായ മാതൃകയാണ് വിശുദ്ധ ആന്ത്രയോസ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ യേശുവിന് വിവിധ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ടുള്ള അവസരം ഒരുക്കുവാൻ അന്ത്രയോസിനിടയായി. അതായത് ശിമോനെ പോലെ ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്ത ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നു. അതായത് ശിമോനെ കർത്താവിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് എന്ത് ചെയ്തു? അവനെ തിരിച്ചറിഞ്ഞ് തന്റെ താക്കോൽ അവനെ ഏൽപ്പിച്ചു. അയ്യോ പറയാനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനോ എന്റെ പിതാവത്ര നിനക്ക് കൊടുത്തു. താക്കോലും കൊടുത്തു. നീ തുറക്കുന്നത്, നീ അഴിക്കുന്നത് അതുപോലെ സ്വർഗത്തിലും സംഭവിക്കും. ശിമോനെ, നീ പത്രോസാകുന്നു, നിന്നിൽ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, നിന്നിലൂടെ ഞാൻ പണിയും. ശ്ലൈഹികമായ സഭ. അവനെ അപ്രകാരം വലിയവനാക്കി തീർക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത് അന്ത്രയോസാണ്. അവനെ കൊണ്ടുവന്നത്. കർത്താവിന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഒരു പരിധിവരെ ഹ്യൂമൻ സപ്പോർട്ട് ഫോർ ഡിവൈൻ ഇന്റർവെൻഷൻ, ഹ്യൂമൻ റെസ്പോൺസ് ടു ഡിവൈൻ കോൾ. അതാണ് അന്ത്രയോസ്. ഈ ബാലനെ, 5 അപ്പവും 2 ചെറുമീനുമുള്ള ഈ ബാലനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയും കർത്താവ്
പ്രവർത്തിക്കുന്ന മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം അതിന് കണ്ണിയായി പ്രവർത്തിച്ച ആളാണ് അന്ത്രയോസ്. ഇതാണ് പൗരോഹിത്യ ശുശ്രൂഷ. 4-ാം പ്രതി സുവിശേഷ വേല, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക, അതുപോലെ തന്നെ അവരെ കർത്താവിലേക്ക് കൊണ്ടുവരിക. അതാണ് പൗരോഹിത്യ ശുശ്രൂഷ. പാലം, പോണ്ടിഫിക് എന്ന വാക്കാണ്, ലാറ്റിൻ വേർഡ് പോണ്ടിഫിക്. കൃപ അങ്ങോട്ട് കൊടുക്കുകയും അവരുടെ പ്രാർത്ഥനകളെ ഈ കൃപയ്ക്ക് മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യുന്ന പൗരോഹിത്യ ശുശ്രൂഷ. അതായിരുന്നു അന്ത്രയോസ്. ആൻഡ്രൂസ് became Saint Andrews because of his special role in the ministry of Jesus as one of the disciples of Jesus. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ സ്ഥാനവും ഇല്ലാതെ ത്യാഗോജനമായി 4-ാം പ്രതി സുവിശേഷ വേല ചെയ്ത, അനേകർക്ക് യേശുക്രിസ്തുവിനെ പറഞ്ഞു കൊടുത്ത, അനേകരെ യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന, ഈ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠദാസനായി തീരുവാൻ തക്കവണ്ണം അന്ത്രയോസിന് ഇടയായി എങ്കിൽ ആ വിളങ്ങിയ ശ്രേഷ്ഠതകൾ ബലഹീനരായ നമ്മിൽ ഉണ്ടാകേണ്ടതിലേക്ക് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ഞാൻ അവസാനിപ്പിക്കട്ടെ. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അന്ത്രയോസിന്റെ കോണ്ടെക്സ്റ്റ്. He was a nice man. He was a disciple of Saint John the Baptizer. He was a man of searching mind, or researching mind. He wanted to see the ultimate reality. He was an open-minded person. തുറന്ന സമീപനമുള്ള, പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ, നസറേനായ യേശുവിനെ ചൂണ്ടി പറഞ്ഞപ്പോൾ ആ യേശുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയായ അന്ത്രയോസ് എന്ന ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യൻ. 2, യേശുക്രിസ്തുവിനെ പിൻപറ്റിയ ആ സമയത്ത് യേശുക്രിസ്തു തിരിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നു? What do you search for? നമ്മുടെ ഉള്ളിനെ അറിഞ്ഞ് കർത്താവ് നമ്മോട് ഇടപെടുകയാണ്. നിന്റെ ഉള്ളത്തിലെ ആഗ്രഹത്തെ അറിഞ്ഞ് നീ കർത്താവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം തീരുമാനിക്കുന്നുവെങ്കിൽ ആ തീരുമാനത്തെ അറിഞ്ഞ്, നിന്റെ ഉള്ളിലെ പ്രാർത്ഥന അറിഞ്ഞ് നിന്നോട് ഇടപെടുന്ന, നിന്നോട് ചോദിക്കുന്ന, നിന്നെ സ്വീകരിക്കുന്ന ഒരു കർത്താവിന്റെ പരമസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുമോ? അവൻ പറഞ്ഞു, Where do you stay, Lord? Rabbi, Master. And then Jesus said, Come and see. Come and see that the Lord is good. Come and experience that the Lord is good. മറ്റുള്ളവരെയും ദൈവത്തിന്റെ പരമസന്നിധിയിലേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ശുശ്രൂഷയെ പറ്റി ബോധ്യമുള്ള ആളായിരുന്നു അന്ത്രയോസ്. അതാണ് ഞാൻ 3ാമത് പറഞ്ഞത്, പേഴ്സണൽ ഇവാഞ്ചലിസം ആൻഡ് മിഷൻ. പേഴ്സണൽ ഇവാഞ്ചലിസം ആൻഡ് മിഷൻ. പാവങ്ങളോടുകൂടിയായിരുന്നു. 4, അന്ത്രയോസ് ഒരിക്കലും സ്ഥാനമോഹിയായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഒരു ഹ്യൂമൻ ഒരു ചിന്തക്കനുസരിച്ച്, ഇപ്പൊ അന്ത്രയോസ് ആണ് യേശുക്രിസ്തുവിനെ നല്ല ഒരാൾ, എന്നാൽ യേശുക്രിസ്തുവിന്റെ സിൻഡിക്കേറ്റിൽ അന്ത്രയോസ് മെമ്പർഷിപ്പ് കിട്ടിയില്ല. കൂടെ വന്ന പത്രോസിന് കിട്ടി, അതായത് ശീമോൻ എന്നാണ് പേര്, സഹോദരന് കിട്ടി. യേശുക്രിസ്തുവിന്റെ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? സെയിന്റ് പീറ്റർ, പിന്നെ ആരാ? സെയിന്റ് ജോൺ, പിന്നെ യാക്കോബ്. അപ്പൊ ഈ സെയിന്റ് പീറ്റർ എന്ന് പറയുന്നത് അന്ത്രയോസിന്റെ സ്വന്തം സഹോദരൻ. അപ്പൊ സഹോദരന് സിൻഡിക്കേറ്റിൽ മെമ്പർഷിപ്പ് ഞാൻ എപ്പോഴും ജനറൽ ബോഡി മെമ്പറെ എനിക്കിപ്പോഴും നമ്മളെന്ത് വെച്ചോ, നമ്മളൊക്കെ ഒരാളിനോട് പറഞ്ഞു നമ്മളെന്ത് വെച്ചോ, നമ്മളൊക്കെ വെറും സാധാ ജനറൽ ബോഡി, നിങ്ങൾ പറയുന്നതിന് കൈവക്കാൻ, നിങ്ങൾക്ക് വേണ്ടിയവരെയൊക്കെ നിങ്ങൾ വലിയ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവിലേക്ക് വരും. ഞാൻ പറഞ്ഞു ഞാനല്ല എടുക്കുന്നത് കേട്ടോ,
ഇവിടെ ഒരു വിചാരം അച്ഛന്മാർ പറയുന്നവരെ എടുക്കുന്നത്. അച്ഛന്മാർ ആരെങ്കിലും പറഞ്ഞാൽ അവരെ തോപ്പിക്കും. അതാണ് വേറൊരു അങ്ങനെ തന്നെ ഇരുന്നോട്ടോ, കുഴപ്പമില്ല. ഞാനല്ലേ എടുക്കുന്നത്. അപ്പൊ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന യൂത്ത് ലീഗിന്റെ നമുക്ക് കണക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പൊക്കെ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ഈ പേഴ്സണൽ ഇവാഞ്ചലിസം. തനിക്ക് സിൻഡിക്കേറ്റ് മെമ്പർഷിപ്പ് കിട്ടിയില്ല, സ്വന്തം സഹോദരന് പത്രോസിനും കിട്ടി, തന്റെ കൂടെ വന്ന യോഹന്നാനും കിട്ടി, എന്നിട്ടും അന്ത്രയോസിന് ഒരു പ്രയാസവും ഇല്ല. വലിയൊരു മനസ്സ്. അതാ യോഹന്നാൻ സാബുവിന്റെ സ്വഭാവം കേട്ടോ. കാര്യം ഗുരുവിൽ നിന്ന് ഇമ്പാബ് ചെയ്ത സ്വഭാവം. യോഹന്നാൻ സാബുവിനെ അവനോ വളരണം, ഞാനോ കുറയണം. അതാണ് യോഹന്നാൻ സാബുവിന്റെ ഫിലോസഫി. അങ്ങനെയല്ലേ അമ്മമാരെ, മോള് വലിയ ആളായിട്ട് അമ്മ മാറിക്കൊടുക്കണം. എനിക്കറിയാം അമ്മമാരെ, മോൻ IIT-യിൽ അഡ്മിഷന് കോച്ചിങ്ങിന് വേണ്ടി ബോംബെയിലാണ്, എൻ്റെ ഒരു കസിനാണ്. ആ അമ്മ എന്താ ചെയ്തെന്ന് ചോദിച്ചാല്, മോനെ കോച്ചിങ്ങിന് ബോംബെ IIT കിട്ടാനായിട്ട് അവനെ കോച്ചിങ്ങിന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോകാനും അവന്റെ സമയം അനുസരിച്ച് അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ വലിയ ഉദ്യോഗം ഉപേക്ഷിച്ചു. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു പോഷ് ഏരിയയിൽ ആ ഫ്ലാറ്റിലൊക്കെ താമസിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് കാശ് ഇൻകം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ മോന് വേണ്ടി അമ്മ ഉദ്യോഗം ഉപേക്ഷിച്ചു. മോൻ IIT കൊട്ടി, IIT പാസ്സായി, മോൻ കാനഡയ്ക്ക് പോയി, മദാമ്മയെ കെട്ടി. ഇപ്പൊ അമ്മയായിട്ടൊന്നുമില്ല. അത് തെറ്റാന്നല്ല, അത് മദാമ്മയെ കെട്ടിയതൊന്നും അല്ല എന്റെ വിഷയം. പക്ഷെ ഞങ്ങൾ ചോദിക്കും സങ്കടം ഉണ്ടോ? എന്തോ സങ്കടം വെച്ചാൽ അവൻ പോയി രക്ഷപ്പെട്ടിട്ട്. അല്ല, ഞാനിപ്പോ ഭർത്താവ് നല്ല മനുഷ്യനായതുകൊണ്ട് ഭർത്താവിന് ഇൻകത്തിൽ അമ്മ ഇന്നും ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗോജലമായ ഒരു ജീവിതം, അമ്മമാരുടെ ജീവിതം. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ അന്ത്രയോസിനെ പറ്റിയാണ്. 4 പേഴ്സണൽ ഇവാഞ്ചലിസം മിഷൻ. 4 അവനെ മറ്റുള്ളവർക്ക് വേണ്ടി, അതായത് 3 എന്ന് പറയുന്നത് അനേകരെ യേശുവിലേക്ക് കൊണ്ടുവന്നു. 4 അവൻ സ്ഥാനമോഹിയായിരുന്നില്ല. ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുണ്ട്, പാടാം. ഇംഗ്ലീഷിൽ തന്നെ പാടാം. എന്റെ കൂടെ ചേർന്ന് പാടാം. നിങ്ങൾക്ക് കേൾക്കാമോ ഇതല്ല? ഐ ഹോപ്പ് കേൾക്കാം. എന്റെ കൂടെ ചേർന്ന് പാടിക്കോ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ തക്കവണ്ണം തീരുമാനിച്ചവരാണ് ഞാനും നിങ്ങൾ. അന്ത്രയോസിനെ പോലെ, അന്ത്രയോസിൽ വിളങ്ങിയ ശ്രേഷ്ഠതകൾ നമ്മൾ ഉണ്ടാകേണ്ടതിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ഒന്നിച്ച് ഈ പാട്ടിന്റെ അടുത്ത സ്റ്റാൻസ് പാടി നോക്കാം. Though no one joins me, still I will follow. Though no one joins me, still I will follow. Though no one joins me, still I will follow. No turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. Prathika. God, our gracious Heavenly Father, thank you for this blessed time that you have given us. Enable us, Lord, to do in your grace and in your knowledge. We thank you for the great ministry that you have extended through your disciple, Saint Andrews. Thank you for the special mysteries of gospel. Help us to depend upon your Son Jesus, O Lord.
Help us to follow him. When he raises question, what do you want? Help us to respond, O Lord, with a true heart, saying that, Lord, we would love to be with you. Enable us to receive the great invitation to come and see. Help us to see, O Lord, see your Son. Help us to experience the grace of your Son, our Lord Jesus Christ. Help us, O Lord, to be an obedient missionary wherever we are in. Help us to radiate your love through Jesus to all fellow beings. Help us, O Lord, to lead a humble, simple life in our life journey. Help us not fall. Your humility in our lives and life situations, always, at all times. In Christ Jesus' name we pray. Amen. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done as it is in heaven. Give us this day our daily bread. Forgive us trespasses as we forgive those who trespass against us. Lead us not temptation, but deliver us. For thine is the kingdom, the power, and the glory forever and ever. Amen. The grace and blessings of triune God be with you all, now and forever. Amen. Hallelujah, hallelujah, hallelujah. Glory be to you. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Glory be to you.